ജീവൻ സൃഷ്ടിക്കപ്പെട്ടതല്ല, ജീവൻ വചനത്തിൽ നിന്ന് ഒഴുകിയതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ മണ്ണെടുത്ത് പൂഴിയെടുത്ത് അത് മെനഞ്ഞു. പൂഴിക്ക് ആകൃതി കിട്ടി, എന്നാൽ പൂഴിക്ക് ജീവനില്ലായിരുന്നു. അപ്പോൾ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. ഇവിടെ മനുഷ്യൻ രൂപമായി, എന്നാൽ രൂപം ജീവനല്ല. അവൻ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പ്രവർത്തിച്ചില്ല. അവൻ കണ്ടില്ല, അവൻ കേട്ടില്ല, അവൻ സംസാരിച്ചില്ല. ഈ അവസ്ഥ കൃത്യമായി സങ്കീർത്തനത്തിൽ പറയുന്ന വിഗ്രഹങ്ങളുടെ അവസ്ഥയാണ്. അവർക്ക് വായുണ്ട്, സംസാരിക്കുന്നുണ്ട്, കണ്ണുണ്ട്, കാണുന്നുണ്ട്, ചെവിയുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നു, പക്ഷേ സത്യത്തിൽ ജീവശ്വാസം കിട്ടുന്നതിന് മുമ്പുള്ള മനുഷ്യനും ഇതേ അവസ്ഥയിലാണ്. ജീവൻ മനുഷ്യനിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ദൈവം മനുഷ്യനെ മറ്റു സൃഷ്ടികളിൽ നിന്നും വേർതിരിക്കുന്നത്. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതി. ഇത് സാധാരണ ശ്വാസമല്ല. ഇത് ഹീബ്രുവിൽ നിഷ്മത് ഹയീം എന്ന് പറയുന്നു. ഈ വാക്ക് മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല, ദൂതന്മാർക്കായും ഉപയോഗിക്കുന്നില്ല. ഇത് ദൈവം മനുഷ്യനോട് മാത്രം പങ്കുവച്ച തൻ്റെ ജീവൻ്റെ ശ്വാസമാണ്. അത് മനുഷ്യനിൽ കയറിയ നിമിഷം മനുഷ്യൻ ജീവനുള്ള ആത്മാവായി. ഇവിടെ വചനം ഒരു വാക്ക് പോലും അധികം പറയുന്നില്ല. എന്നാൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ഇനി ദൈവത്തിൻ്റെ ജീവൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം സൃഷ്ടിയെ വീണ്ടും വിശുദ്ധീകരിക്കുമ്പോൾ പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇവിടെ ജീവൻ എന്ന് പറഞ്ഞത് ശ്വാസമല്ല, രക്തചക്രവാളമല്ല, ജീവശാസ്ത്രവുമല്ല. ഇത് ദൈവിക ജീവനാണ്. ഇവിടെ ഒരു ഭീകരമായ സത്യം നമ്മൾ മനസ്സിലാക്കണം.